സുപ്രധാനമായ വഖഫ് ഭേദഗതി നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക. അതിനുശേഷം 8 മണിക്കൂർ നീണ്ട ചർച്ചയായിരിക്കും ഈ വിഷയത്തിൽ നടക്കുക. പ്രതിപക്ഷം ഒന്നടങ്കം ബില്ലിനെ എതിർക്കുമെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ തന്നെ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ CPIM അംഗങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. കേവല ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ബില്ല് പാസ്സാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം അതിഗുരുതരമായ ആരോപണങ്ങളാണ് ബില്ലിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. JPC രൂപീകരിച്ച ശേഷം ഭരണപക്ഷ അംഗങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ബില്ല് തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മതന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിപക്ഷ MP-മാർ ഒന്നടങ്കം ബില്ലിനെ എതിർക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം TDP എടുത്ത നിലപാട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നതാണ്. ചന്ദ്രബാബു നായിഡു തന്നെ വ്യക്തമായി പറഞ്ഞു, ഈ ബില്ല് പാർലമെന്റിൽ എത്തുമ്പോൾ അതിനെ ശക്തമായി പിന്തുണയ്ക്കുമെന്നാണ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത്. NDA സർക്കാരിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ JDUവിൻ്റെ നിലപാട് ഇതുവരെയും വ്യക്തമായിട്ടില്ല. JDU ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ബില്ല് പാർലമെന്റിൽ വരട്ടെ, അപ്പോൾ നിലപാട് വ്യക്തമാക്കാമെന്നായിരുന്നു നിതീഷ് കുമാർ നേരത്തെ പറഞ്ഞത്. എങ്കിലും NDAക്ക് വിശ്വാസമുണ്ട്, BJPക്ക് വിശ്വാസമുണ്ട്, JDU ബില്ലിനെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യുമെന്നുള്ളത്. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ഈ വഖഫ് നിയമത്തിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. ആ ജനവിഭാഗത്തിന് ആശ്വാസം നൽകുന്നതാണ് പുതിയ ഭേദഗതി എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ബില്ല് ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന പ്രചരണം കേന്ദ്ര സർക്കാർ തള്ളുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KCBCയും CBCIയും ഒക്കെ ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഇത് കേന്ദ്ര സർക്കാരിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. കേരളത്തിൽ നിന്നുള്ള MP-മാരോട്, പ്രതിപക്ഷ MP-മാരോട് ബില്ലിനെ അനുകൂലിക്കാൻ ആവശ്യപ്പെട്ട് കത്തോലിക്ക സഭ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിനെ തള്ളിക്കളയുന്ന നിലപാടാണ് കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MP-മാർ സ്വീകരിച്ചത്. ഇപ്പോൾ വീണ്ടും കത്തോലിക്ക സഭയും അതുപോലെ ക്രൈസ്തവ നേതൃത്വവും ബില്ലിനെ അനുകൂലിക്കണമെന്നും ബില്ലിനെ എതിർക്കുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനമായിരിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരു നിലപാട് ഇപ്പോഴും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടില്ല. ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ഒന്നുകൂടി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട്. പ്രത്യേകിച്ച് കേരളത്തിൽ കത്തോലിക്ക സഭയെ പിണക്കുന്നതിന് തുല്യമാകും ഈ ബില്ലിനെ എതിർത്താൽ. അതേസമയം ബില്ലിനെ അനുകൂലിച്ചാൽ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ കോൺഗ്രസിൽ നിന്നും അകലുമെന്ന ഭീതിയും കോൺഗ്രസിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു നിലപാട് വ്യക്തമാക്കാതെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതേസമയം വടക്കേ കേരളം വിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് MP-മാരെല്ലാം ഒന്നടങ്കം ബില്ലിനെ എതിർക്കുമെന്നുള്ള നിലപാട് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. വഖഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ രേഖ കർശനമാക്കുന്നതാണ് പ്രധാനപ്പെട്ട വഖഫ് ഭേദഗതി നിയമം. സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്താനും വഖഫ് ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട്. ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കാരം. ഇതുവരെ സാധ്യമായിരുന്നില്ല. ട്രിബ്യൂണൽ വിധി അന്തിമമായിരുന്നു. അതിനുമേൽ മറ്റൊരു അപ്പീലിനും ഈ പരാതിക്കാർക്ക് അവകാശമുണ്ടായിരുന്നില്ല. എന്നാൽ ആ ഒരു ക്ലോസ് എടുത്തു മാറ്റിക്കൊണ്ട് ട്രിബ്യൂണൽ വിധിയിൽ പരാതിയുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം, ഹൈക്കോടതിക്ക് അന്തിമമായ വിധി കൽപ്പിക്കാം. ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ അവസാന തീർപ്പായിരിക്കും ഇതിലെ അന്തിമ വിധിയെന്നും വഖഫ് ഭേദഗതി നിയമം ശുപാർശ ചെയ്യുന്നുണ്ട്. 5 വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് മാത്രമേ വഖഫ് നൽകാവൂ എന്നുള്ള വ്യവസ്ഥയും പുതിയ ബില്ലിലുണ്ട്. വഖഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്ക് പകരം വഖഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി. വഖഫ് സംബന്ധിച്ച ട്രിബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമെന്നുമാണ് പുതിയ ഭേദഗതി നിയമത്തിലുള്ളത്. നേരത്തെ ജില്ലാ കളക്ടറാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ട അന്തിമ ഉദ്യോഗസ്ഥൻ എന്ന വ്യവസ്ഥ എടുത്തു മാറ്റുകയായിരുന്നു. വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞാൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡേറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം. രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് സ്വത്തുക്കൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്നും പുതിയ ഭേദഗതി നിർദ്ദേശിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വഖഫ് ഭേദഗതിയെ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും ശക്തമായി എതിർക്കുന്നത്. കോൺഗ്രസിന്റെ എതിർപ്പിന്റെ കാരണം വ്യക്തമല്ല. ലീഗിനെ പിണക്കാതിരിക്കാൻ വേണ്ടി ലീഗിനൊപ്പം നിൽക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ സമീപനം മാത്രമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതേസമയം ഇത് ഭൂസ്വത്തിന്മേലുള്ള തർക്കമാണെന്നും ഇതിനെ വിശ്വാസത്തിന്റെ ഭാഗമായി കണ്ട് കൂട്ടിക്കുഴയ്ക്കരുതെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി. ഈ വഖഫിൻ്റെ
തെറ്റായ നിയമം മൂലം ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ രാജ്യത്തുണ്ട്. അവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ഭേദഗതി നിയമവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഭൂതർക്കം മാത്രമാണ്, ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമോ ഒന്നും തന്നെയല്ല. അതുകൊണ്ട് ഏറ്റവും മാന്യമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കണമെന്നും കേരളത്തിലെ എം പിമാരോട് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു.